ഹലോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് പോലത്തെ ഒരു വ്ളോഗാക്കാൻ ഞാൻ ശ്രമിച്ച ഒരു വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ തന്നെ അങ്കത്തട്ടിലേക്ക് കടന്നു. അപ്പോൾ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പയറ് തോരനുള്ളത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും എന്തൊക്കെയോ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ പരിപ്പ് കറിയും. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്, ട്യൂസ്ഡേ. അപ്പോൾ ഇന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പിന് ഞാൻ മസൂർ ദാലാണ് എടുക്കുന്നത് കേട്ടോ, മറ്റേ ഓറഞ്ച് കളറിൽ. എനിക്കതാണ് ഭയങ്കര ഇഷ്ടം, അതാണ് എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. പിന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പം ഇന്ന് ഞാൻ ശരിക്കും ഒരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല. കുറച്ച് ദിവസമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഇന്ന് എടുക്കണം എന്ന് വിചാരിച്ചില്ല. പിന്നെ വിചാരിച്ചു ഇനിയിപ്പം ഇതിന് നാളെ നക്ഷത്രവും ജാതകവും നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങ് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഇതിലുണ്ട്. സോ ഈ ഒരു പരിപ്പ് കറിയിൽ ഞാൻ തേങ്ങയൊന്നും അരച്ചൊന്നും വെക്കുന്നില്ല. തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും, പക്ഷേ അതിലൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബാക്കി വരും. കാരണം തേങ്ങ അരപ്പ്, പിന്നെ തേങ്ങ അരച്ച മിക്സി കഴുകി ഒഴിക്കുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒത്തിരി കൂടുതലാവും, പിന്നെ ലെഫ്റ്റ് ഓവറാവും. അത് പിന്നെ അടുത്ത ദിവസം കഴിക്കുമ്പം എനിക്ക് വലിയ ഇഷ്ടമല്ല. കഴിക്കാം എങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങയൊന്നും അരയ്ക്കാതെ വെക്കുന്ന ഒരു പരിപ്പ് കറിയാണ്. സിമ്പിളാണ്. കുറച്ച് ഒരു ചെറിയ കഷ്ണം പച്ചമുളകും വെളുത്തുള്ളിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും. പിന്നെ ഇത് വിസിലടിക്കുമ്പോൾ തൂകിപ്പോകാതിരിക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചൊരു 4-5 വിസിലടിച്ച് കഴിഞ്ഞാൽ പരിപ്പ് വെന്തു. പിന്നെ അതങ്ങ് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പരിപ്പ് കറി ഈസ് റെഡി. വളരെ അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. തേങ്ങ അരച്ചില്ല എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുപ്പത്ത് വെച്ച് വിസിൽ വെച്ച് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. അപ്പോൾ അപ്പുറത്തെ കുക്കറിൽ ചോറ് ഏകദേശമായിട്ടുണ്ട്. ഇനി ഒരു വിസിലും കൂടി വെപ്പിക്കണം. അതിനുശേഷം ഞാൻ പയറൊക്കെ ക്ലീൻ ചെയ്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ബേക്കിംഗ് സോഡയും വിനാഗിരി ഇനി ഇല്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ട് പിന്നെ അത് കഴുകി എടുത്തിട്ട് അരിയാണ്. അപ്പം ഈ വെജിറ്റബിൾ കട്ടിങ് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു മേഖലയല്ല, പക്ഷെ അത് കട്ട് ചെയ്യാതെ കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പം പരിപ്പ് വെന്തു കേട്ടോ. 4 വിസിലായപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തു. വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ചോറ് ഒന്നുകൂടി ആക്കണം. പിന്നെ പയറ് ഇനിയും ഉണ്ട് കട്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞത് കട്ടിങ് ഒരു വലിയ ബോറിങ് ജോലിയാണ്, പക്ഷേ എനിക്ക് തലേന്ന് തന്നെ ചെയ്ത് വെക്കാനും ഇഷ്ടമല്ല. തലേന്നാണെങ്കിൽ ഞാൻ തന്നെ കട്ട് ചെയ്യണ്ടേ, അപ്പോഴും ബോറിങ് അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ചോറ് ഇതൊരു 3/4 കുക്ക്ഡാണ്. ഇപ്പോൾ വെന്തോന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റില്ല, ആ ഒരു ഇതിലാണ്. അപ്പോൾ ഇത് ഇളക്കിയ ശേഷം, ഇത് പൊന്നിയരി ചോറാട്ടോ, പൊന്നിയരി ചോറാണ്. ഇളക്കിയ ശേഷം ഞാൻ ഈ ചോറിൻ്റെ ആ ലെവലിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കൂടി വെക്കും. അപ്പോൾ ഈ ടെക്നോളജി ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. എനിക്കിതാണ് ചോറ് വെച്ച പല മെത്തേഡ്സിൽ വർക്കൗട്ടായത്. അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ അവിടെ വെച്ചിട്ട് പോകാൻ കാരണം കണ്ടോ, എൻ്റെ കുരുന്നെണ്ണിറ്റു. അപ്പോൾ ഇനി അവന് പാല് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പാലൊക്കെ കൊടുത്ത് ഫ്രഷ് ആക്കിയിട്ടേ ഇനി നമുക്ക് അടുത്ത പണിയിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വെള്ളമൊക്കെ നികത്തി ഒഴിച്ചു. ഇനി ഇതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ കൂടി വെച്ച് കഴിഞ്ഞാൽ ചോറ് റെഡി. സോ ആദ്യം 2 വിസിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു വിസിലും കൂടി വെക്കും. പരിപ്പും പ്രഷർ പോയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ, നന്നായിട്ട് വെന്തു. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിപ്പോൾ അളവ് ഭയങ്കര കുറവാണെന്ന് പോലെ തോന്നും, പക്ഷെ നമുക്ക് ഇത്രയും മതി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ അരപ്പൊന്നും ഇടാത്തത്. ഇനിയിപ്പോൾ നന്നായിട്ട് അത് ഉടച്ച് വെച്ചു. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ പയറും അരിഞ്ഞു വെച്ചു. പയറിൻ്റെ മുകളിൽ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടും. നേരെ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് ഇതങ്ങ് നേരെ ഇട്ടിട്ട് അങ്ങ് ഇളക്കിയെടുക്കും. അപ്പം പാൽ വെച്ചിരിക്കുവാണ്. അപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ ചോറ് വെന്തു. അത് മാറ്റിയിട്ട് ഞാൻ പയർ തോരനുള്ളത് വെച്ചു. ഇവിടെ പാല് പൊങ്ങി വന്നു. അപ്പോൾ കോഫിക്കുള്ള ഡിക്കോഷൻ റെഡിയാക്കി. ഇപ്പോഴത്തേക്കും ഞാൻ എണീറ്റിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ എണീറ്റ ഉടനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ചായയോ കോഫിയോ കുടിക്കാൻ ശ്രമിക്കാറ്. എണീറ്റ ഉടനെ കുടിക്കാതിരിക്കാൻ നോക്കും. അപ്പം സമാധാനമായിട്ട് കുടിക്കാം. ഒരുവിധം പണി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ ഉടനെ കുടിക്കുന്നത് നല്ലതല്ലല്ലോ, അത് ഓർത്തിട്ട് കുറച്ച് വെള്ളം ഞാൻ കുടിച്ചായിരുന്നു എണീറ്റ പാടെ. കുറച്ച് ചൂടുവെള്ളം, കാരണം ഇപ്പം നല്ല തണുപ്പല്ലേ. അപ്പം മഴയൊന്നുമില്ല, പക്ഷെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പോൾ അതേ കോഫി റെഡിയാക്കി വെച്ചു. ആ റെഡ് കപ്പിലുള്ളത് എനിക്കും വെള്ള കപ്പിലുള്ളത് ഹസ്ബൻഡുമാണ്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ചു വന്നു. ഞാനപ്പം റെഡി ഐറ്റംസൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കി, കിച്ചൺ ഒരുവിധം ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ദോശയും കടലയുമാണ്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ തുണി വിരിക്കാൻ പോകണം. ഇവിടെ വെയിൽ അത്യാവശ്യം നല്ല കുറവാണ്. സമ്മർ നല്ലതായിരുന്നു, പക്ഷെ ബാക്കി സമയങ്ങളൊക്കെ ഒരു മൂടി കെട്ടിയ കാലാവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇപ്പം മഴയെക്കാട്ടിലും ഒരു മൂടിയ
മങ്ങിയ കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ തുണി വിരിക്കണം. ശരിക്കും ഞാൻ എൻ്റെ ഫസ്റ്റ് ജോലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ തുണിയിടല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ലോണ്ട്രി ചെയ്യാമെന്ന്. എനിക്ക് തോന്നുന്നത് പാരമ്പര്യമാണ്. കാരണം എൻ്റെ അമ്മയ്ക്കും തുണി വിരിക്കലും ഉണക്കലും അസുഖമൊക്കെ ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എണീറ്റ പാടെ ഞാൻ ഫസ്റ്റ് മെഷീനിൽ തുണി ഇട്ടിട്ടാണ് കിച്ചണിൽ പോകുന്നത്. കാരണം ഒന്നാമത് കിച്ചണിൻ്റെ അടുത്തല്ല വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്. പിന്നെ എന്നും മുടങ്ങാതെ ഞാൻ ചെയ്യുന്നൊരു ജോലിയാണ്. ഒരു ദിവസം ഞങ്ങളുടെ തുണിയാണെങ്കിൽ ഒരു ദിവസം മോൻ്റെ തുണി, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് എന്നും വാഷ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വാഷ് ചെയ്തതും ഉണക്കുന്നതൊക്കെ ഇതെന്തോന്നു എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. പക്ഷേ ലോണ്ട്രി എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പം മോൻ്റെ തുണിയൊക്കെ വിരിച്ചു. ഞങ്ങളുടെ തുണി ഇന്നലെ കുറച്ച് ഉണ്ടായിരുന്നത് അത്ര ഉണങ്ങിയിട്ടില്ലാത്തത് അതും ഞാൻ വിരിച്ചു, ആശയിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നത്തേക്ക് എടുക്കാം. ഒരു ദിവസം വാഷ് ചെയ്ത് അടുത്ത ദിവസം എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ തുണിയൊക്കെ വാഷ് ചെയ്തതും അല്ലാതെയൊക്കെ വിരിച്ചു. അവിടെ മോനെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാം. അപ്പോൾ അവൻ കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്കും അവന് ദോശ കൊടുക്കാം. ഇത് കടലയാണ്, ഇത് ഞങ്ങൾക്ക് കഴിക്കാനാണ്. അവൻ കടലയൊന്നും കഴിക്കത്തില്ല, അവന് വെറും ദോശയാണ് ഇഷ്ടം. നല്ല നെയ്യൊക്കെ ഒഴിച്ച് അവന് ഭയങ്കര ക്രിസ്പി ദോശ ആയിരിക്കണം. നമ്മൾ ഈ ചിപ്സും മുറുക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ സൗണ്ട് കേൾക്കത്തില്ലേ, ക്രിസ്പി സൗണ്ട്. അപ്പോൾ അങ്ങനത്തെ ദോശയൊക്കെ ആണെങ്കിലേ ആശാൻ കഴിക്കുകയുള്ളൂ. അത് എപ്പോൾ തൊട്ട് അവന് തുടങ്ങിയത് അസുഖമൊന്നും എനിക്കറിഞ്ഞുകൂടാ. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ സോഫ്റ്റ് ദോശയൊക്കെ ആണെങ്കിലും കഴിക്കും, അല്ലാത്തപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ ഇതാണ് ശരിക്കും രാവിലെ ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്. പക്ഷേ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് പോകാനും പറ്റില്ലല്ലോ. അപ്പം ആൾ ടി വി ഒക്കെ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മളും പിന്നെ രാവിലെ ടി വി ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ആശാൻ സ്കൂളിൽ പോകും, പിന്നെ തിരിച്ചു വരും, പിന്നെ കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫുഡൊക്കെ കൊടുത്ത ശേഷം ഞാൻ ആൾക്ക് സ്കൂളിലേക്കുള്ള ടവൽ വെക്കുകയാണ്. അപ്പോൾ അവർ സ്കൂളിൽ എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സും ഒരു ഡയപ്പറും പിന്നെ ഒരു ടവലും വെക്കണം. കാരണം ഇൻ കേസ് അവർ പോട്ടി പോയാൽ ചേഞ്ച് ചെയ്യാനായിട്ടൊരു ഡയപ്പറും എന്തെങ്കിലും ഡ്രസ്സിൽ പറ്റിയാൽ മാറാനും അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്നലത്തെ ടവൽ മാറ്റി ഞാനൊന്ന് ഫ്രഷ് ആയിട്ടുള്ളൊരു ടവൽ വെക്കുകയാണ്. ഇനി അത് ബാഗിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഒരു കവറിലിട്ടാണ് വെക്കുന്നത്. പിന്നെ അവൻ്റെ സ്നാക്ക് ബോക്സ്, വാട്ടർ ബോട്ടിലൊക്കെ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലത്തെ സ്നാക്ക് ബോക്സിൽ എന്താണെന്ന് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. അവനത് ഫുള്ള് കഴിച്ചു. കാരണം അവന് ഇഷ്ടമുള്ളതായതുകൊണ്ട് അവൻ കഴിക്കുമെന്ന് അറിയായിരുന്നു. അപ്പോൾ അവനത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ വെച്ചു. ഇനി രണ്ടാമത്തെ സിബിൽ ഇവൻ്റെ ഈ ഡ്രസ്സും ഇതൊക്കെ വെക്കാം. പിന്നെ ഇവൻ്റെ ഹാൻഡ് കർച്ചീഫും പിന്നെ ഒരു ടിഷ്യൂൻ്റെ ഒരു ചെറിയതും ഞാൻ ഫ്രണ്ട് പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ID കാർഡും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദോശ കഴിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആശാൻ പോയി വീണ്ടും പ്ലേറ്റ് എടുത്ത് കുറച്ച് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കണം. ഡ്രസ്സൊക്കെ റെഡി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആളുടെ മുഖം ഇങ്ങനെയായിരിക്കും. ആൾക്ക് പിന്നെ 100,000 പ്രശ്നങ്ങളാണ്, പരാതികളാണ്. കടയിൽ പോകണം, വീട്ടിൽ പോകണം എന്നൊക്കെയാണ്. വീട്ടിൽ തന്നെ ഇരുന്നാലും വീട്ടിൽ പോകണം, എന്താ കണ്ടില്ലേ റൂട്ടൊക്കെ മാറിപ്പോകുന്നു. എങ്കിലും നമ്മൾ കൊണ്ടുപോയി അവിടെ ആക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവൻ ഓക്കെ ആവും. അവർ ഫോട്ടോസൊക്കെ അയക്കും എന്നും ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ. ആൾ സെറ്റാണ്. അവിടെ പോകുന്നിടം വരെയുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പാത്രം കഴുകാനുണ്ട്. എൻ്റെ മെയ്ഡിന് ശരിക്കും ഇന്ന് പനിയായിരുന്നു. ഇന്നലെ ഈ വീഡിയോ എടുക്കുന്ന ദിവസം പനിയായിട്ട് ആൾ വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രമൊക്കെ കഴുകുന്നത് കേട്ടോ. ആൾ വന്ന് പാത്രമൊക്കെ കഴുകി തരാറുള്ളതാണ്. അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ശരിക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത് ആ സിങ്ക് അങ്ങോട്ട് കഴുകി ഇടുമ്പോഴാണ്. ഒരു 2 മിനിറ്റേ കാണുള്ളൂ ആ സിങ്ക് ഇങ്ങനെ ഏകാന്തനായിട്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ പാത്രം വന്നോളും അവർക്ക് കമ്പനിയായിട്ട്. പക്ഷേ എങ്കിലും ആ ഒരു 2 മിനിറ്റ്സ് എങ്കിൽ 2 മിനിറ്റ്സ് അതിങ്ങനെ ക്ലീനായിട്ട് കിടക്കുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ അല്ലേ. എനിക്കങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത് ഞാനിങ്ങനെ 1.5 സ്പീഡിൽ പോകുന്നത് വേസ്റ്റ് കളയാനാണ്. നമുക്ക് വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു ഡ്രമ്മുണ്ട്, വെറ്റ് വേസ്റ്റും ഡ്രൈ വേസ്റ്റും കളയാം. അപ്പോൾ അതിനകത്തുകൊണ്ട് ഡ്രൈ വേസ്റ്റ് ഇട്ടു. പിന്നെ മുറ്റം അടിക്കണം. ഞാൻ പറയണത് ഇതും മെയ്ഡായ ആൻറ്റി ചെയ്യുന്ന ജോലി കേട്ടോ. മുറ്റം അടിച്ച് വീടടിച്ച് വരി തുടച്ച് പാത്രം കഴുകും. പക്ഷെ പനിയായിട്ട് പോയതുകൊണ്ടാണ് ഞാൻ മുറ്റം മാത്രമേ അടിക്കുന്നുള്ളൂ. വീട് അടിച്ച് വരി തുടയ്ക്കാൻ പോയില്ല. ബിക്കോസ് അതിന് മുമ്പത്തെ ദിവസം വന്ന് വീട് തൂത്ത് തുടച്ചിട്ടു. പിന്നെ നാളെയും, ദാറ്റ് മീൻസ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ഇന്നും ആൾ വന്ന് തുടച്ചിട്ടു. അപ്പോൾ ഒരു ദിവസത്തെ ഗ്യാപ്പിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ മുറ്റം മാത്രം അടിച്ചിട്ടു. ഭയങ്കര വൃത്തികേടായിരുന്നു. അത് കഴിഞ്ഞ് കുളിക്കാൻ പോയപ്പോഴത്തേക്ക് ഇതാ കിടക്കുന്ന അടുത്ത പണി എന്തോണോ എന്തോ. അപ്പോൾ ഇതാ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. മോൻ്റെ തുണിയാണ്. അപ്പോൾ അത് മടക്കി വെക്കാം. ഇപ്പം മടക്കി വെച്ചില്ലെങ്കിൽ പിന്നെ അത് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. തുണി അലക്കാനും വിരിക്കാനുമുള്ള അത്ര ഒരു ശുഷ്കാന്തി എനിക്ക് മടക്കാനില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. പക്ഷേ വേറെ ആരും ഇവിടെ മടക്കി തരാനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മടക്കി. അത് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയാവണം. മടക്കിയെല്ലാം സെറ്റാക്കി. ഇനി ഇത് അവൻ്റെ കബേർഡിൽ കൊണ്ട് വെക്കണം. എന്നിട്ട് ഞാനൊന്ന് കുളിക്കണം. കുളിച്ച് വന്നപ്പോഴത്തേക്ക് സമയം 11:40 ആയി. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റിൽ അവനെ വിളിക്കാൻ പോകണം. അവൻ്റെ സ്കൂൾ ടൈമിംഗ് 9:30 to 12 ആണ്. അവൻ പ്ലേ ഗ്രൂപ്പിലാണ്. അവന് 2.5 years ആയിട്ടുള്ളൂ. സ്കൂള് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ മൂക്കിൻ്റെ താഴെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിലും അടുത്ത സ്കൂള് സ്വപ്നങ്ങളിൽ മാത്രം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവനെ സ്കൂളിൽ ചേർത്തത്. വൺ ഓഫ് ദ റീസൺ.
പിന്നെ അതാ തിരിച്ചു വരുമ്പോൾ ആൾക്ക് ബട്ടർഫ്ലൈനെ കാണണം, കാക്കയെ കാണണം, പൂച്ചയെ കാണണം, ഞാൻ എടുക്കണം, ഇങ്ങനെ പല പല റിക്വസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ദാഹവും വിശപ്പും ഒക്കെ റോട്ടി വെച്ച് തന്നെ ആൾക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാട്ടും പാടിയൊക്കെ പോവും. വീടെത്തിയ ഉടനെ ഞാൻ അവരെ കൈയും കാലുമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി ഫുഡൊക്കെ കൊടുത്ത് ആളെ ഉറക്കി കേട്ടോ. ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഒരു മണിക്കൂറിൽ തന്നെ ഉറക്കും. അതാകുമ്പം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനർജറ്റിക് ആയിട്ടിരിക്കും. ഒരുപാട് ലേറ്റായാൽ പിന്നെ ആൾ ഭയങ്കര എന്താ പറയുക, ക്രാങ്കി ആവും. അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ പോകുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് സാധനങ്ങൾ ബിഗ് ബാസ്ക്കറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഗ്രോസറീസും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സംഭവം കണ്ടില്ലേ, പനീർ ക്രഞ്ചീസ്. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ആണ്. ഇതൊരു നമ്മുടെ ഒരു ഫ്രോസൺ സ്നാക്കാണ്. അപ്പോൾ ഞാനത് വാങ്ങിച്ചു നോക്കി. ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്നാണ് ഞാൻ വാങ്ങിച്ചു നോക്കി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാൻ ലഞ്ച് കഴിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിച്ച ശേഷം ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വിചാരിച്ചു. ശരിക്കും ഞാൻ ഒരു കെട്ട് ഫ്രൂട്ട്സ് മേടിച്ചു. എന്തിനാണ് മേടിച്ചതെന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. കാരണം ഇതൊക്കെ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. ബിക്കോസ് എന്താ പറയുക, മോൻ കഴിക്കത്തില്ല. അവന് സ്കൂളിൽ കൊടുത്തു വിടാനാന്നുള്ളത് വിചാരിച്ചാണ് ഞാൻ വാങ്ങിച്ചെന്ന് തോന്നുന്നു. എന്തിനാണോ എന്തോ എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാൻ കുറച്ച് മേടിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ഈ റെഡ് ഗ്രേപ്സ്, ഇതിന് റെഡ് വേറെന്തോ പേരുള്ളൊരു ഗ്രേപ്സ് ആണ് കേട്ടോ. അപ്പോൾ അതാണിത്. അപ്പോൾ ആദ്യം ഇവനൊന്ന് കുളിപ്പിക്കാം. അപ്പോൾ ഇവനൊന്ന് കുളിച്ച് വന്ന ശേഷം നമുക്ക് ബ്ലാക്ക് ഗ്രേപ്സ് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അവനെയും കുളിപ്പിക്കാം. അപ്പോൾ അതവിടെ നടക്കുന്ന സമയം കൊണ്ട് അതവിടെ വെച്ചിരിക്കുന്ന സമയത്ത് അടുത്ത് ഞാൻ എഗ്ഗൊക്കെ ട്രേയിൽ വെക്കുകയാണ്. ഇത് ട്രേ ഞാൻ മേടിച്ചതൊന്നുമല്ല, ഇത് നമുക്കിങ്ങനെ എഗ്ഗ് മേടിച്ചപ്പോൾ കിട്ടിയ തന്നെയാണ്. 12 ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഗ്ഗ് അടുക്കി വെച്ചു. ഇനി കുറച്ച് പൊട്ടിക്കാത്ത പാക്കറ്റ്സ് ഞാൻ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ അത് ഇട്ടു. അപ്പോൾ അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കേണ്ട പച്ചക്കറിയായിട്ട് പക്ഷേ ഞാൻ വലുതായിട്ടൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കോളിഫ്ലവറും പിന്നെ മഷ്റൂം എങ്ങാണ്ടേ മേടിച്ചുള്ളൂ. കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി. പിന്നെ ഫ്രൂട്ട്സ് പിന്നെയും മേടിച്ചിട്ടുണ്ട്, തീർന്നില്ല. അപ്പോൾ ഇത് നേന്ത്രപ്പഴം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ നേന്ത്രപ്പഴം ഇഷ്ടമല്ല കേട്ടോ. കാരണം നമുക്ക് ഒരെണ്ണം ഫുൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് അധികവും ആവും. കാരണം ഇത്രയും ക്വാണ്ടിറ്റി ആവശ്യം വരില്ല. ഇതിന് വലിയ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഇത്രയും വലിയ നേന്ത്രപ്പഴത്തിന്. പിന്നെ കിവി മേടിച്ചു. എനിക്ക് വയ്യ, എല്ലാം മേടിച്ചു. അത് കഴിഞ്ഞ് ഞാനിതെല്ലാം എടുത്തു വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ആമസോണിൻ്റെ ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്തതാണ്. എന്താ പറയുക, ഇത് ഫ്രൂട്ട് കട്ടറാണ്. ഫ്രൂട്ട് കട്ടറും ഫ്രൂട്ട് ഷേപ്പറും ഒക്കെയാണ്. നമ്മുടെ ഈ ആപ്പിളും കിവി വാട്ടർമെലൺ ഇതിനെയൊക്കെ നമുക്കിങ്ങനെ പല പല ഷേപ്സിൽ കട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഹാർട്ട് ഷേപ്പും. ഞാനിത് മേടിച്ചത് ഫ്രൂട്ട് കട്ട് ചെയ്യാനൊന്നുമല്ല, കാരണം നമുക്കതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിത് വേണമെങ്കിൽ കഴിക്കാം. ചപ്പാത്തി, പിന്നെ പാൻ കേക്ക്, ബ്രെഡ് അതൊക്കെ കട്ട് ചെയ്യാമെന്ന ഉദ്ദേശത്തിലാണ് ഞാനിത് പ്രൈമറി ആയിട്ട് മേടിച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രൂട്ട് സ്കൂപ്പറുണ്ട്. നമ്മുടെ മസ്ക് മെലനും വാട്ടർമെലനൊക്കെ ഇങ്ങനെ റൗണ്ട് ബോൾസ് ആയിട്ട് സ്കൂപ്പ് ചെയ്യുന്ന സാധനങ്ങൾ, അങ്ങനെ ഒരു സെറ്റാണിത്. അപ്പോൾ ഇത് ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മുടെ റെഡ് ഗ്രേപ്സിനെ കുളിപ്പിച്ചെടുത്തു. അടുത്ത് ആപ്പിളും ബ്ലാക്ക് ഗ്രേപ്സും കുളിക്കാനായിട്ട് വെള്ളത്തിയിട്ടിട്ടുണ്ട്. ഇനി അവരത് കുറച്ചേരം ഇരിക്കട്ടെ. ഇത് ഞാൻ വെള്ളം മാറ്റി കേട്ടോ. വെള്ളം മാറ്റിയിട്ട് പിന്നെയും മറ്റേ എന്താ പറയുക, ബേക്കിംഗ് സോഡ വിനീഗറൊക്കെ ഇട്ടതാണ്. അപ്പോൾ അവരെ കുറച്ച് കഴിഞ്ഞ് കുളിപ്പിച്ച് റെഡിയാക്കി. അപ്പോഴത്തേക്കും എന്താ കണ്ടില്ലേ, TV ഓണായപ്പോൾ കാര്യം മനസ്സിലായല്ലോ. മോൻ എണ്ണീറ്റു, അവൻ കളി തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ കൂടെ ഇരിക്കണം. അവനതാണ് ഇഷ്ടം. കളർ ചെയ്യുകയാണെങ്കിലും ഞാൻ കളർ ചെയ്യും, അവന് TV കാണും. അങ്ങനെയാണ് അവൻ്റെ ഒരു നിയമം. അപ്പോൾ എന്ത് ചെയ്താലും അങ്ങനെയാണ് കേട്ടോ. എന്ത് ചെയ്താലും ഞങ്ങൾ കൂടെ ഇരിക്കണം, നമ്മൾ പണിയെടുക്കണം എന്നുള്ളതാണ് അവൻ്റെ താല്പര്യം. അങ്ങനെ കുറച്ച് നേരം കളറൊക്കെ ചെയ്തു. ഞാൻ മാത്രമേ കളർ ചെയ്തു കേട്ടോ, അവൻ കളറൊന്നും ചെയ്തില്ല, കള്ളൻ. പിന്നെ അവസാനം അവന് ദാഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. ഞാൻ അവിടെ നിന്ന് ഊരിപ്പോരാൻ വേണ്ടി ഞാൻ നിനക്ക് പാലുണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വന്നു. അപ്പം അവന് ഞാൻ ഈ ഒരു പാൽപ്പൊടി, ഇത് സ്ലർപ്പ് ഫാമിൻ്റെ മിൽക്ക് മിക്സ് ആട്ടോ. സ്ലർപ്പ് ഫാം മാജിക് മിൽക്ക് മിക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതുവരെ അവനെ ഞാൻ ബൂസ്റ്റും ബോൺവീറ്റയും ഒന്നും കണ്ണി കാണിച്ചിട്ടില്ല. അവന് കാര്യവിവരബോധം വരുന്നത് വരെ കാണിക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതാണ് അവൻ കുടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെയും ഫ്ലേവർ വേരിയൻസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സ്ട്രോബെറി, വാനില ഉണ്ട്. പക്ഷേ വേറെ ഫ്ലേവറൊന്നും അവൻ കുടിക്കത്തില്ല, ചോക്ലേറ്റ് മാത്രമേ കുടിക്കുള്ളൂ. ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് റെഡിയാക്കി അതിന് നമുക്ക് സാത്തൂന് കൊണ്ട് കൊടുക്കാം. അവൻ എണീറ്റ് അവനൊരു 2:30 എണീക്കുന്നത് ഞാനൊരു 3:30 തന്നെ ഉണ്ടാക്കി കൊടുക്കും. 3 ആ സമയമാകുമ്പോൾ തന്നെ കൊടുക്കും. അല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും സ്നാക്സ് എടുത്ത് കഴിച്ചു കളയും. അപ്പോൾ അതിന് മുമ്പ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം. അപ്പോൾ അവനത് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ചായയുടെ സമയപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം എനിക്ക് പൊതുവെ ഫ്രോസൺ സ്നാക്സ് വലിയ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് കൊള്ളായിരുന്നു കേട്ടോ. ഇതിനൊരു അകത്തൊരു പനീർ ബുർജിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ചായയൊക്കെ കുടിച്ചു. പിന്നെ രണ്ടാമത്തെ റൗണ്ട് ഓഫ് പാത്രം കഴുകലും കഴിഞ്ഞു. ഇനി നമുക്ക് കുടിക്കാനും കുക്ക് ചെയ്യാനും വൈകിട്ട് കുക്ക് ചെയ്യാനുമായിട്ടുള്ള വെള്ളം ഞാൻ കെറ്റലിൽ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ വൈകിട്ട് പനീറിൻ്റെ ഒരു കറി വെക്കാമെന്ന് വെച്ചിട്ട് പനീർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുകയാണ്. ഞാൻ ഇപ്പോൾ സമയം ഒരു 4:30 ആട്ടോ ഞാനിതൊക്കെ ചെയ്യുമ്പം.
പിന്നെ ചപ്പാത്തിക്ക് മാവും കുഴച്ചു വെക്കും. ഇതൊക്കെ ഇത്ര 4:30 ചെയ്ത് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ പാർക്കിൽ കളിക്കാൻ പോവുകയാണ്. പാർക്കിൽ കളിക്കാൻ പോയിട്ട് വന്ന ഉടനെ തന്നെ മോൻ ഫുഡ് ഇങ്ങനെ ചോദിക്കും. ബനാന ആണോ, ചപ്പാത്തിയാണോ, പൂരിയാണോ, ദോശയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് വന്ന പാടെ കുക്ക് ചെയ്ത് കൊടുക്കണം. സോ അതുകൊണ്ട് ചപ്പാത്തിക്ക് ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ട് പനീർ പിന്നെ പെട്ടെന്ന് കറിയാവും. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ഇതേ പാർക്കിലെത്തി. അയ്യോ എന്ത് പെട്ടെന്ന് അതൊക്കെ ആവുന്നത്. ഞാൻ വീഡിയോ എടുത്തത് വളരെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഈ പാർക്കിൽ ഒരു മനുഷ്യ കുഞ്ഞും കാണത്തില്ല, ഞാനും എൻ്റെ കൊച്ചും അല്ലാതെ. നമ്മൾ പക്ഷേ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരും. കുറച്ച് നേരം അങ്ങ് ടി വി ഒന്നും കാണാതെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കളിക്കണമല്ലോ, മണ്ണിലൊക്കെ ഇച്ചിരി കളിക്കട്ടെ എന്ന് വെച്ചിട്ട് ബീച്ച് ടോയ്സും ബോളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഇരിക്കാൻ നല്ല സുഖം കേട്ടോ. ഞാൻ ശരിക്കും ഫോണൊന്നും ചില ദിവസങ്ങൾ കൊണ്ടുവരാറില്ല, അല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ സുഖമാണ്. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട് ഇന്ന് കൊണ്ടുവന്നതാണ്. പക്ഷെ നമ്മളിന്ന് ഒത്തിരി നേരം ഇരുന്നില്ല. ഒരു 1 hour കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് മഴ പെയ്തു. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല തണുത്ത കാറ്റായിരുന്നു. പിന്നെ എനിക്കൊരു നൈക്കയുടെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ വീട്ടിൽ എത്തി. ഇവിടെ ഈ വീട്ടിൽ കൊറിയർ വന്നു കഴിഞ്ഞാൽ എന്നെപ്പോലെ സന്തോഷിക്കുന്ന ഒരാളിതായിരിക്കുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ വാദിയുടെ 2 ലിപ് ബാം മേടിച്ചതാട്ടോ. വാദിയുടെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാക്കി വേരിയൻസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് സാഫ്രൻ്റെ ആണ്, പിന്നെ SPF 30 ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ലിപ് ബാമൊക്കെ മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, പാർക്ക് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അവൻ ഫുഡ് ചോദിച്ചു തുടങ്ങും. സമയം 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ കറി റെഡിയാക്കി. അപ്പോൾ പെട്ടെന്നാവും. ഇതൊരു നോർമൽ തട്ടിക്കൂട്ട് പനീർ കറിയാണ്. അപ്പം കറി റെഡിയാക്കി വെച്ചു. ഇനി ചപ്പാത്തി അവന് വേണ്ടിയിട്ടുണ്ടാക്കണം. അപ്പം ഞാൻ 2 കഷ്ണം പനീർ വെച്ചു. ചില ദിവസങ്ങൾ അവൻ കഴിക്കും, ചില ദിവസം കഴിക്കത്തില്ല. മിക്ക ദിവസം അവൻ ചോക്ലേറ്റാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഡാർക്ക് ചോക്ലേറ്റ് പീനട്ട് ബട്ടർ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് അവൻ എപ്പോഴും ചോദിക്കാറ്. ഇന്ന് ആ 2 പനീറും അവൻ കഴിച്ചിട്ടാണ് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ വെച്ചാൽ ശരി കുഴപ്പമില്ല കൊടുക്കാമെന്നു. അപ്പോൾ ഇതിൽ ഷുഗറൊന്നുമില്ല, ഡേറ്റ്സും പീനട്ടും ചോക്ലേറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനത് കൂട്ടി. അവൻ്റെ ഡിന്നർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ശരിക്കും ഞാൻ വലിയൊരു ചപ്പാത്തി ഫാനൊന്നും അല്ല, ഞങ്ങൾ 2 പേരും അല്ല. പിന്നെ അവനായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഞങ്ങൾക്കും അത് തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം എനിക്കുള്ളത് ഞാനിപ്പോൾ ചുട്ട് കഴിക്കും. പിന്നെ ഹസ്ബൻഡുള്ളത് ഞാനത് കാസറോളിൽ വെക്കും. കാരണം ആൾ വരുന്നത് 10-10:30. അപ്പോൾ അപ്പം ഇരുന്ന് പരത്താൻ ചൂടാനൊന്നും എനിക്ക് വയ്യ, എനിക്ക് മടിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ചുട്ട് വെച്ചു. ആ സമയം ഒന്ന് ചൂടാക്കും. അപ്പം ഞാൻ കഴിക്കാൻ നേരം ആൾ വന്നിട്ട് എനിക്ക് പനീർ വേണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ കഴിച്ചിട്ടൊക്കെ പോയി. അപ്പം ഞാൻ എൻ്റെ ഡിന്നറും കഴിഞ്ഞു. 7:30 ഒക്കെ ആകുമ്പോൾ ഞാനും കഴിക്കും. സോ അത് കഴിഞ്ഞത് അടുത്ത പണിയോട് പണി കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ടാണോ അതോ പണി ഉള്ളതുകൊണ്ടാണോ എന്ന് പറഞ്ഞുകൂടാ, ഭയങ്കര പണി. അപ്പോൾ അവൻ്റെ വാട്ടർ ബോട്ടിലും അവനിപ്പോഴും ഫീഡിങ് ബോട്ടിലാട്ടോ പാൽ കുടിക്കുന്നത്. ഞാനത് മാറ്റാൻ നോക്കിയേ, പക്ഷേ നടന്നില്ല. പിന്നെ ഞാൻ വെച്ചാൽ കുഴപ്പമില്ല, പോട്ടെ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രം കഴുകി, അവൻ്റെ ബോട്ടിലൊക്കെ കഴുകി, സിങ്ക് കഴുകുമ്പോൾ കിട്ടുന്നൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു സാറ്റിസ്ഫാക്ഷനും അത് വേറെ ലെവലാണ്. സോ അവൻ്റെ അവൻ്റെ ഫീഡിങ് ബോട്ടിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്യും. ഈ സ്റ്റെറിലൈസർ ഞാൻ മേടിച്ചപ്പം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരുന്നേ. ഞാൻ വിചാരിച്ചതൊരു എന്താ പറയുക, ഒരു മേടിക്കണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇവന് ഞാൻ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കുറ്റബോധമില്ല മേടിച്ചതിൽ, അത്രത്തോളം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കിച്ചണിൽ ഒരു സിങ്കുണ്ട്, പിന്നെ നമ്മുടെ വർക്ക് ഏരിയയിലെ സിങ്കുണ്ട്. അപ്പോൾ എല്ലാ സിങ്കും കഴുകി കുട്ടപ്പനാക്കി. ഇനി ചപ്പാത്തി പരത്തിയ സ്ഥലത്ത് കുറച്ച് പൊടി കാണത്തില്ലേ മാവിൻ്റെ, അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം തൂത്ത് കളഞ്ഞിട്ട് പിന്നെ ഞാൻ തുടയ്ക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തുണിയിലെല്ലാം പറ്റിപ്പിടിച്ച് പിന്നെ അതെല്ലാം അടവാകും. അങ്ങനെ ഞാൻ സ്പ്രേ ചെയ്ത് തുടയ്ക്കുകയാണ്. ഈ സ്പ്രേ വേറെ ഒന്നുമില്ല, നമ്മുടെ വെള്ളവും ഡിഷ് ലിക്വിഡും മാത്രം ഉള്ളതാണ്. അപ്പോൾ ഇതിട്ടിട്ട് ഫുള്ളങ്ങ് തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് കിച്ചൺ എന്നിട്ടൊന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ അത് തന്നെ, അത് ഒരു വല്ലാത്ത സുഖമാണ്. കാരണം അടുത്ത ദിവസം രാവിലെ നമുക്ക് കയറി വരുമ്പം നല്ല നീറ്റായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കിച്ചണിൽ വരുമ്പം രാവിലെ ഓൾറെഡി നമ്മൾ എന്താ പറയുക കുറച്ച് ഉറക്കച്ചടവിലൊക്കെ വരുമ്പം ഒരു വല്ലാത്ത എനർജിയാണ് ഒരു ക്ലീൻ കിച്ചണിലേക്ക് കയറുമ്പം. അതിന് വേണ്ടിയിട്ട് എനിക്ക് തീരെ വയ്യാതാവുമ്പോൾ മാത്രമേ ഞാൻ കിച്ചൺ ഉപേക്ഷിച്ചിട്ട് പോകാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിടും. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗവും കൂടി തുടച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അംഗം ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ള വലിയ ചടങ്ങ് മോനെ ഉറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവനെ ബ്രഷ് ചെയ്യിപ്പിക്കണം, അവൻ്റെ നൈറ്റ് വെയറിലോട്ട് മാറ്റണം, എന്നിട്ട് അവനെ ഉറക്കണം. അങ്ങനെ കുറച്ച് കലാപരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ഡേയുടെ ഇത്. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എൻ്റെ ആദ്യത്തേതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഐ ഹോപ്പ് വിത്ത് ഓൾ ദോസ് ഫ്ലോസ് ഇത് കാണുന്ന കുറച്ച് പേര് ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. നമുക്ക് ഉറങ്ങാമെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾ മാക്സിമം ഉറങ്ങാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ. അപ്പം ഇത് കണ്ടതിന് താങ്ക് യു സോ മച്ച്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്.